കൂടെ ഉള്ളത്. നമുക്കപ്പോൾ കളിയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മുടെ ദശയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ദശക്കളി തുടങ്ങും. നമുക്ക് റൈസ് ഇടാം. നമുക്ക് 45 ഇത് തന്നെയാണ് കിട്ടിയത്. 45 അല്ല, 45 54 അതിൻ്റെ ചോദിക്കാം. നമുക്ക് 45 എടുക്കാം. 45 ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ വീടാതെ സൂക്ഷിക്കണേ. നമുക്ക് ഔട്ടാവും. പിന്നെ വീടിന് മറ്റുള്ളവർക്ക് പണിയാവും. പിന്നെ ഇങ്ങനെ എടുത്ത് വെക്കാൻ. അതിപ്പോൾ നമ്മൾ വീഴാതെ വേണം എടുക്കാൻ. ഇങ്ങനെ മേലെ ഇഷ്ടമുള്ള പോലെ വെക്കാം. നമ്മൾ ഓർഡറിൽ തന്നെ വെക്കുക. അപ്പോൾ പിന്നെ വന്നത് 54 54 ഇവിടെ ഇങ്ങനെ കണ്ടിരുന്നു. നമുക്കിവിടെ ഇതേ ഇവിടെ റൈസ് നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കാം. പിന്നെ എനിക്ക് കിട്ടിയിട്ട് ഇപ്പം ഞാനത് ഇവിടെ ഇങ്ങനെ വെച്ചു. എൻ്റെ കളയുന്നു. അടുത്ത ആദ്യത്തിൻ്റെ കളയുന്നു. ഇങ്ങോട്ട് പോകും. സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ ടേണാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗൈസ് ഇവിടെ നമുക്ക് 46 പിന്നെ 56 ഗൈസ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 46 തപ്പി കണ്ടുപിടിക്കണം. ഞാൻ കാണിച്ചു തരാം. 46 ഗൈസ് നമുക്ക് 46 കിട്ടി. ഇത് സൂക്ഷിച്ചെടുക്കണം ഗൈസ്. ഇത്തിരി ഇവിടെ 46 കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തോണ്ടിരിക്കുകയാണ്. കളിയാണ് ഗൈസ് ഇത്. ഇങ്ങനെ പിടിച്ചെടുക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കമന്റും ചെയ്യണേ ഗൈസ്. നമ്മുടെ വീഡിയോ നമ്മളിങ്ങനെ എത്ര കമന്റ് കിട്ടുന്നോ അത്രയും പേർക്ക് നമുക്ക് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും ഞങ്ങൾ കുട്ടികളായതുകൊണ്ട്. അപ്പോൾ ഈ കമൻറ്റിന് താഴെ ഈ വീഡിയോന് താഴെ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ നമ്മൾ അതിന്ന് 2 ആളെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ 46 എടുത്തുട്ടോ ഗൈസ്. ഇനി നമുക്ക് അതെടുത്ത് മേലെ വെക്ക്. മറന്നുപോയി. അപ്പം നമ്മൾ 56 കണ്ടുപിടിക്കണം. 56 ഇല്ല കളിയിൽ, 54 ഉള്ളൂ. 54 ഉള്ളൂല്ലേ? അപ്പം ഗൈസ് ഒന്നും കൂടി ഇടണം. 45 ആണ്. 45 എടുത്തു ഗൈസ്. 54 ഉണ്ടല്ലോ. 54 ഉണ്ടല്ലേ? 54 ഉണ്ടല്ലേ ഗൈസ്? 54 പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാർ. ഗൈസ് ഇതാ ഇവിടെയാണ് 54 ഉള്ളത്. 54 ഓൾറെഡി എടുത്തതാണ് ദശ ഗൈസ്. നമ്മളപ്പോ ഒന്നും കൂടി ഇടാൻ പോകുന്നു. ഒരു ഡൈസ് മാത്രം. 46 36 ഗൈസ് കിട്ടി. നമുക്ക് തപ്പി